നീ എന്താ സൂര്യ പറയുന്നേ? നിനക്ക് എന്താ പറഞ്ഞ മനസ്സിലാവാത്തെ? നന്ദിനി ഇവിടെ ഇല്ല ഇല്ല എന്ന് ഞങ്ങൾ പറഞ്ഞില്ലേ? ഈ അവസ്ഥയില് ഏട്ടൻ ഇവിടെ തനിച്ചാക്കിയിട്ട് അവള് പോകുന്ന ഞങ്ങളും വിചാരിച്ചില്ല. പക്ഷെ അവക്കെന്താ, ഏട്ടൻ ഏത് കണ്ടീഷനിലായാലും അവൾ ആഗ്രഹിക്കുന്നത് നടക്കണം, അത്രേ ഉള്ളൂ. അതെ. ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. ജീവൻ ബാക്കിയുണ്ടെങ്കിൽ നന്ദിനി എന്നെ വിട്ട് ഇവിടുന്ന് പോവില്ല, അതെനിക്ക് വിശ്വാസാ. നന്ദിനി, നന്ദിനി, എന്താ ഇവിടെ? എന്തിനാ ഇവൻ കിടന്ന് ഇങ്ങനെ ബഹളം വയ്ക്കുന്നേ? ഞങ്ങൾ പറഞ്ഞു മടുത്തു മമ്മി. നന്ദിനി കാണണമെന്ന് പറഞ്ഞ ഇല്ലാത്തയാളെ ഞങ്ങൾക്ക് എങ്ങനെ ഉണ്ടാക്കി കാണിച്ചു കൊടുക്കാൻ പറ്റും? സൂര്യ, നിന്നോട് ആർക്കും ഇവിടെ ദേഷ്യമോ വൈരാഗ്യമോ ഒന്നുമില്ല. പിന്നെ അവൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ പരിചരിക്കാൻ വേണ്ടി അവൾ ഇവിടെ നിർത്തുകയും ചെയ്യായിരുന്നു. പക്ഷേ അവള് പോയി. അതിന് ഞങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമൊന്നുമില്ല. ആ സുദേവന്റെ വാശിയാ അവൾ ഇവിടുന്ന് പിടിച്ചോണ്ട് പോയത്. നിങ്ങൾ ആരെയും പറഞ്ഞു വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നേ? നന്ദിനിയെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നിങ്ങളൊന്നും മനസ്സിലാക്കിയിട്ടില്ലോ. നന്ദിനി എന്നെ വിട്ട് പോവില്ല. നന്ദിനി ഇവിടെ ഇല്ലെങ്കിൽ അതിനർത്ഥം നന്ദിനിയെ നിങ്ങൾ എന്തോ ചെയ്തു കളഞ്ഞു തന്നെയാ. വെറുതെ ആവശ്യമില്ലാത്ത ആരോപണങ്ങളൊന്നും ഉന്നയിക്കല്ലേ. അവൾ എന്തെങ്കിലും ചെയ്തിട്ട് നമുക്കെന്താ നേട്ടം? കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു നിങ്ങൾക്ക്, ചെയ്തിട്ടുണ്ടാവും നിങ്ങള്. അത് തന്നെ ഞാൻ പറഞ്ഞത്. നന്ദിനി ജീവനോടെ ഉണ്ടെങ്കിൽ എന്റെ മുമ്പിൽ വരുമെന്ന്. എന്നെ ഭക്ഷണം എന്തെങ്കിലും കൊടുക്ക്, കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങട്ടെ. എന്നെ സ്ഥിരമായിട്ടോടെ മയക്കി കിടത്താന്നാണോ നിങ്ങൾ കരുതിയിരിക്കുന്നത്? എനിക്ക് കാല് നിലനിർത്താൻ പറ്റില്ല, അതല്ലേ നിങ്ങൾക്ക് പറയാനുള്ളത്? ഇഴഞ്ഞായാലും ഞാൻ പുറത്തു പോകും. ഞാൻ നന്ദിനെ കാണും. ഭ്രാന്ത് കാണിക്കല്ലേ ഏട്ടാ. ഏട്ടൻ ഇങ്ങനെ താഴെ എത്തിയ അവൾ അവിടെ ഇല്ലെങ്കിലോ? ഞങ്ങൾ പറഞ്ഞ വാസ്തവാ. എന്റെ ഫോൺ അവിടെ, ഞാൻ വിളിച്ചോളാം നന്ദിനിയെ. ഞാൻ വിളിച്ചു വരുത്തിക്കോളാം. ഫോൺ അവിടെ. നിന്റെ ഫോണൊക്കെ എടുത്ത് മാറ്റി വെച്ചേക്ക. എന്തിനാ? ഫോണിൽ സംസാരിക്കാൻ പാടില്ലെന്ന് ഡോക്ടർ പറഞ്ഞുകൊണ്ട്. അത് നിന്റെ ആരോഗ്യ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നുള്ള ഉറപ്പുള്ളതുകൊണ്ട്. നിങ്ങൾ പറയുന്നത് കള്ള. പിടിച്ചെടുത്ത് മരുന്ന് കൊടുക്കടാവും, അല്ലെങ്കിൽ ഇങ്ങനെ ബഹളം വെച്ചുകൊണ്ടിരിക്കും. അവന്റെ ഒരു നന്ദിനി. രാജു, വീട്ടു സാധനങ്ങൾ എന്തെങ്കിലും വാങ്ങാനുണ്ടെങ്കിൽ വാങ്ങണം. പ്രത്യേകിച്ച് സൂര്യക്ക് ഭക്ഷണത്തിനുള്ളത് വാങ്ങാം മേഡം. പിന്നെ ഈ വീടിന് ഞാൻ ചില ചിട്ടകളൊക്കെ വെച്ചിട്ടുണ്ട്. അത് എല്ലാവരും പാലിക്കേണ്ടി വരും. എന്തെങ്കിലും കാരണവശാൽ അതാരേലും മറികടന്ന പിന്നെ അവരിവിടെ ഉണ്ടാവില്ല. നിനക്ക് മനസ്സിലായോ? പിന്നെ ഇതൊരു കുടുംബമാണ്. ചിലപ്പോ വേദനിക്കുന്നവര് കിടന്ന് കരയും. ഉറക്ക ആരെയും വിളിക്കുന്നു എന്ന് കരുതി അങ്ങോട്ടേക്ക് കയറി ചെല്ലേണ്ട കാര്യമൊന്നുമില്ല. അത് മനസ്സിലാക്കിയാൽ കൊള്ളാം.